അപ്പൊ നമ്മൾ ഇത് നോക്കുന്നത് 70/2025 LGS ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിലാക്കുക. അല്ലെ, ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിലാക്കുക. ഗുരുവായൂർ സത്യാഗ്രഹം, ഈഴവ മെമ്മോറിയൽ, പാലിയം സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം. അല്ലെ, അതിനെ ഒന്ന് ഓർഡറിലാക്കിയാലോ ഷീജ? ഹായ്. അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വർഷം പറഞ്ഞേ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വർഷം പറഞ്ഞേ. ഏതാ ഗുരുവായൂർ സത്യാഗ്രഹം? 1931. അല്ലെ, 1931. ഈഴവ മെമ്മോറിയൽ ആണെങ്കിലോ ഏതാ വർഷം? 1896. പാലിയം സത്യാഗ്രഹത്തിന്റെ വർഷം ഏതാ? പാലിയം സത്യാഗ്രഹത്തിന്റെ വർഷം ഏതാ? 1947. അല്ലെ, സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്ന ഒരു സത്യാഗ്രഹമായിരുന്നു പാലിയം സത്യാഗ്രഹം. ഇനി വൈക്കം സത്യാഗ്രഹത്തിന്റെ വർഷം ഏതാ? വൈക്കം സത്യാഗ്രഹത്തിന്റെ വർഷം എന്ന് പറയുന്നത് ഏതാ? 1924. ഇനി നമുക്ക് കാലഘടനാ ക്രമത്തിലാക്കാം. ഈ പറഞ്ഞതിൽ ഏതാണ് ആദ്യം വരുന്നത്? ഈഴവ മെമ്മോറിയൽ ആണ്. അല്ലെ, 1896 നടന്ന ഈഴവ മെമ്മോറിയൽ ആണ് എന്ത് ചെയ്യുന്നത്? ആദ്യം വരുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വരുന്നത് ഏതാ? വൈക്കം സത്യാഗ്രഹം. 1924 വൈക്കം സത്യാഗ്രഹം. ദെൻ വരുന്നത് ഏതായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹം 1931. ലാസ്റ്റ് പാലിയം സത്യാഗ്രഹം 1947. അല്ലെ, അപ്പൊ അതിന്റെ ഓർഡർ കിട്ടി. 2, 4, 1, 3. അല്ലെ, അപ്പോ ഈഴവ മെമ്മോറിയൽ 1896, വൈക്കം സത്യാഗ്രഹം 1924, ഗുരുവായൂർ സത്യാഗ്രഹം 1931, പാലിയം സത്യാഗ്രഹം 1947. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ബ്രിട്ടീഷ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ്? ആരാണ്? ബ്രിട്ടീഷ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ്? അത് സി ശങ്കരൻ നായർ. അല്ലെ, ചേറ്റൂർ ശങ്കരൻ നായർ എന്നറിയപ്പെടുന്ന സി ശങ്കരൻ നായരാണ്. അല്ലെ, സി ശങ്കരൻ നായരാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലെ ശങ്കരൻ നായർ ഇരുന്നു എന്ന് പറഞ്ഞു. അല്ലെ, ഏത് വർഷമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ട് സി ശങ്കരൻ നായർ ഇരുന്നത്? ഏത് വർഷമായിരുന്നു? 1897. അല്ലെ, 1897 അമരാവതി സെഷനിലായിരുന്നു. അല്ലെ, 1897 അമരാവതി സെഷനിലായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായർ എന്തായത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായത്. അല്ലെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 1900 ഏത് വൈസ്രോയ്ക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? അപ്പൊ നമുക്കറിയാം 2 ഈഴവ മെമ്മോറിയലുകൾ ഉണ്ടായിട്ടുണ്ട്. രണ്ടാം ഈഴവ മെമ്മോറിയൽ ആർക്കായിരുന്നു? ലോർഡ് കഴ്സൺ ആയിരുന്നു സമർപ്പിച്ചത്. അല്ലെ, അപ്പൊ ആദ്യത്തെ ഈഴവ മെമ്മോറിയൽ ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു. ആദ്യത്തെ ഈഴവ മെമ്മോറിയലിന്റെ വർഷം നമ്മൾ പഠിച്ചു. 1896 ആയിരുന്നു. അത് ശ്രീമൂലം തിരുനാളിനായിരുന്നു സമർപ്പിച്ചത്. അല്ലെ, 13,176 പേര് ഒപ്പിട്ട നിവേദനം. അല്ലെ, ആർക്കാണ് സമർപ്പിച്ചത്? ശ്രീമൂലം തിരുനാളിനായിരുന്നു. എന്നാൽ രണ്ടാം ഈഴവ മെമ്മോറിയൽ ഏത് വർഷമായിരുന്നു? 1900. അല്ലെ, 1900 ഇത് ലോർഡ് കഴ്സൺ ആണ് സമർപ്പിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ എന്ന് കൊടുത്തിരിക്കുന്നു. ഇത് ശരിയാണോ? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണോ? അതെ, ശരിയാണ്. അല്ലെ, ഏതാണ് ഈ ആത്മവിദ്യാസംഘത്തിന്റെ വർഷം? ഏത് വർഷമാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്? ഏത് വർഷ? 1917. അല്ലെ, 1917 ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ചത്. ഇതേ വർഷം തന്നെയായിരുന്നു സഹോദരൻ അയ്യപ്പൻ സഹോദര സംഘം സ്ഥാപിച്ചതും. അല്ലെ, സഹോദരൻ അയ്യപ്പൻ സഹോദര സംഘം സ്ഥാപിച്ചതും മിശ്രഭോജനം നടത്തിയതും ഒക്കെ 1917. അല്ലെ, 1917. ഇനി അടുത്ത ഓപ്ഷൻ നോക്ക്. വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി. ഈ ഒരു ജോഡി ശരിയാണോ? ശരിയാണ്. അല്ലെ, വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി എന്ന പത്രത്തിന്റെ സ്ഥാപകൻ. ഓക്കെ, അടുത്തത് കുര്യാക്കോസ് ഏലിയാസ് ചവറ ആത്മാനുതാപം എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് ശരിയാണോ? കുര്യാക്കോസ് ഏലിയാസ് ചവറയുടെ കൃതിയാണോ ആത്മാനുതാപം? ശരിയാണ്. അല്ലെ, അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന 3 ഓപ്ഷൻസും ശരിയാണ്. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദനാണ്, 1917. വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി. അല്ലെ, സ്വദേശാഭിമാനിയുടെ വർഷം ഏതായിരുന്നു? സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ച വർഷം ഏതായിരുന്നു?
1905 അല്ലെ? 1905 പിന്നെ കുര്യാക്കോസ് ഏലിയാസ് ചവറയാണ് ആത്മാനുതാപം എന്ന കൃതിയുടെ കർത്താവ് അല്ലെ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാ? വൈകുണ്ഠ സ്വാമികളാണ് അല്ലെ? ഏത് വർഷം? 1836 അല്ലെ? അപ്പൊ വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എളുപ്പത്തിൽ പഠിച്ചു വെക്കാം. നമുക്ക് സാകൾ അടങ്ങിയ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെക്കാം. എന്തൊക്കെയാണ് ഈ സമത്വ സമാജം അല്ലെ? സമത്വ സമാജം 1836 സ്ഥാപിച്ചു. പിന്നെയോ സമ്പൂർണ്ണ ദേവൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച ആളാണ് വൈകുണ്ഠസ്വാമി അല്ലെ? അപ്പൊ എന്തായിരുന്നു? സമത്വ സമാജം 1836. അതുപോലെ സമ്പൂർണ്ണ ദേവൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചു. കഴിഞ്ഞില്ല. അടുത്ത എന്താണ്? സ്വാമി തോപ്പിലാണ് ജനിച്ചത് അല്ലെ? സ്വാമി തോപ്പിലാണ് ജനിച്ചത്. ഓക്കെ. അപ്പൊ സമ്പൂർണ്ണ ദേവൻ, സമത്വ സമാജം, സ്വാമിത്തോപ്പ് അല്ലെ? സ്വാമിത്തോപ്പ്. ഇത് മൂന്നും എന്താണ്? വൈകുണ്ഠ സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ? അതുപോലെ വേറൊന്നുണ്ടല്ലോ, ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് സമപന്തി ഭോജനം അല്ലെ? സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആരാ? സമപന്തി ഭോജനം വൈകുണ്ഠ സ്വാമികളാണ്. അപ്പൊ 4 സാകൾ ഓർത്തു വെക്കുക. എന്തൊക്കെയാ? സ്വാമിത്തോപ്പ്, സമപന്തി ഭോജനം, സമത്വ സമാജം, പിന്നെന്തായിരുന്നു? സമ്പൂർണ്ണദേവൻ അല്ലെ? സമ്പൂർണ്ണദേവൻ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതും ആരാണ്? വൈകുണ്ഠ സ്വാമിയാണ് അല്ലെ? വൈകുണ്ഠ സ്വാമിയാണ്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? 1916 പൂനെയിലെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? ആരാണത്? DK കാർവെയാണ് അല്ലെ? DK കാർവെയാണ്. ഈ ക്വസ്റ്റ്യൻ പല രൂപത്തിലും മുന്നേ ചോദിച്ചിട്ടുണ്ട് അല്ലെ? പല ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട്. എന്താ ചോദിച്ചിട്ടുള്ളതെന്നറിയോ? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെയാണ്? ഇപ്പൊ ഇതിൽ ഇടയ്ക്ക് ഒരു പരീക്ഷയിൽ ചോദിച്ചു അല്ലെ? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല എവിടെയാണെന്ന്. എന്നിട്ട് അവര് മഹാരാഷ്ട്ര, മധ്യപ്രദേശ് അങ്ങനെയൊക്കെ കൊടുത്തു. അപ്പൊ നമ്മൾ ഏതാ കൊടുക്കുക? മഹാരാഷ്ട്ര എന്ന് കൊടുക്കണം അല്ലെ? മഹാരാഷ്ട്ര. ഇനി പ്രോപ്പർ സ്ഥലമാണെങ്കിലാണ് എന്ത്? പൂനെ അല്ലെ? പൂനെ, പൂനെ. അപ്പൊ ഏതാണ് വർഷം? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല പൂനെയിൽ സ്ഥാപിച്ച വർഷം ഏതാണ്? 1916 അല്ലെ? 1916. ആരായിരുന്നു സ്ഥാപകൻ? സ്ഥാപകൻ ആരായിരുന്നു? DK കാർവെ. DK കാർവെ അല്ലെ? DK കാർവെ ആയിരുന്നു. ഓക്കെ. DK കാർവെ ആയിരുന്നു. അപ്പൊ വർഷം ഓർത്തു വെക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാലയുടെ വർഷം 1916 ആയിരുന്നു. അതുപോലെ ആരാണ് സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ DK കാർവെയാണ്. ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് അല്ലെ? പൂനെയിലാണ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം എന്താണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം എന്തായിരുന്നു? കാരണം അവിടെ ഒരു സംഭവം ഉണ്ടായി അല്ലെ? ചൗരി ചൗര. ചൗരി ചൗര അല്ലെ? 1922 22 പോലീസുകാരുടെ മരണത്തിനിടയാക്കിയ ചൗരി ചൗര സംഭവം ഉണ്ടായി. ഇതേ തുടർന്നാണ് ഗാന്ധിജി എന്ത് നിർത്തിവെച്ചത്? നിസ്സഹകരണ സമരം നിർത്തിവെച്ചത് അല്ലെ? അദ്ദേഹം എന്താ ഇതിനെ വിശേഷിപ്പിച്ചത്? ഈ ചൗരി ചൗര സംഭവം ഉണ്ടായ ശേഷം നിസ്സഹകരണ സമരത്തെ എന്താന്ന് വിശേഷിപ്പിച്ചത്? ഗാന്ധിജി ഒരു കാര്യം പറഞ്ഞു അല്ലെ? എന്തായിരുന്നു പറഞ്ഞത്? എന്തായിരുന്നു പറഞ്ഞത്? ഹിമാലയൻ ബ്ലണ്ടർ എന്ന് പറഞ്ഞു അല്ലെ? നിസ്സഹകരണ സമരത്തെ എന്ത് പറഞ്ഞു? ഇതൊരു ഹിമാലയൻ ബ്ലണ്ടർ ആണ് എന്ന് പറഞ്ഞു അല്ലെ? ഓക്കെ. അപ്പൊ ദേശീയ ദുരന്താണെന്ന് പറഞ്ഞു. ഈ നിസ്സഹകരണ സമരം നിർത്തിവെച്ചതിനെ ദേശീയ ദുരന്താണെന്ന് പറഞ്ഞു. അതാരാണ് പറഞ്ഞത്? നിസ്സഹകരണ പ്രസ്ഥാനം ഈ ചൗരി ചൗര സംഭവത്തോടു കൂടി നിർത്തിവെച്ചതിനെ ആ ദേശീയ ദുരന്തം എന്ന് അപലപിച്ചത് ആരാ? അത് സുഭാഷ് ചന്ദ്രബോസ് ആണ് അല്ലെ? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഈ ചൗരി ചൗര എന്ന സ്ഥലം ഏത് സംസ്ഥാനത്താണ് എന്ന ചോദ്യം വന്നിട്ടുണ്ട് അല്ലെ? ചൗരി ചൗര എന്ന സ്ഥലം ഏത് സംസ്ഥാനത്താ? അത് ഉത്തർപ്രദേശിലാണ് കേട്ടോ. ഉത്തർപ്രദേശിലാണ്. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കിട്ടിയല്ലോ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാല് അത് ചൗരി ചൗര സംഭവമാണ്. ഏതാണ് ചൗരി ചൗര സംഭവത്തിന്റെ വർഷം ഏതാണ്? 1922 അല്ലെ? ചൗരി ചൗര എന്ന സ്ഥലം ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശിലാണ് അല്ലെ? ഈ ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചതിനെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ് അല്ലെ? സുഭാഷ് ചന്ദ്രബോസ് ആണ്. എന്നാൽ ഈ ചൗരി ചൗര സംഭവം ഉണ്ടായ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വിശേഷിപ്പിച്ചത് ആരാ? അത് മഹാത്മാഗാന്ധിയാണ്. സന്യാസി, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. സന്യാസി കലാപം നടന്നത് എവിടെയാണ്? സന്യാസി കലാപം നടന്നത് എവിടെയാണ്? സന്യാസി കലാപം നടന്നത് എവിടെയാണ്?
എവിടെയാണ് സന്യാസി കലാപം നടന്നത്? അത് ബംഗാളിലാണ് അല്ലെ? ബംഗാളിലാണ് സന്യാസി കലാപം നടന്നത്. എവിടെയാ? ബംഗാളിലാണ് 1772. ഓക്കെ, അപ്പൊ ബംഗാളിലാണ് സന്യാസി സമരം നടന്നത് അല്ലെ? ഓക്കെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലായിരുന്നു? ബോംബെ സെഷനിലായിരുന്നു അല്ലെ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബോംബെ സമ്മേളനത്തിലായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് അല്ലെ? ആരായിരുന്നു അവിടെ ഈ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്? ആരായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്? ആരായിരുന്നു അത്? ആരായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്? നെഹ്റു ആണ് അല്ലെ? നെഹ്റു ആണ് കേട്ടോ, നെഹ്റു ആണ്, ജവഹർലാൽ നെഹ്റു ആണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് നെഹ്റു ആണ് കേട്ടോ, നെഹ്റു ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുകയാണ്, 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വായിക്കുന്നത്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ് ആണ് അല്ലെ? വില്യം ജോൺസ് ആണ്, വില്യം ജോൺസ് ആണ്. അപ്പൊ നമ്മൾ 10 ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ വായിച്ചത്. നമുക്ക് ആ 10 ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഓടിച്ചൊന്ന് റിവൈസ് ചെയ്യാം. അപ്പൊ നമ്മൾ കാലഗണനാ ക്രമത്തിൽ പറഞ്ഞു അല്ലെ? പറഞ്ഞേ, ഈഴവ മെമ്മോറിയലിന്റെ വർഷം പറഞ്ഞേ, ഈഴവ മെമ്മോറിയലിന്റെ വർഷം പറഞ്ഞേ. 1896. വൈക്കം സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം ഏതായിരുന്നു വർഷം? 1924. പാലിയം സത്യാഗ്രഹം ആണെങ്കിൽ, പാലിയം സത്യാഗ്രഹം ആണെങ്കിൽ ഏതായിരുന്നു വർഷം? 1947 അല്ലെ? 47 ആണ്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരുന്ന മലയാളി ആരാണെന്ന് ചോദിച്ചു അല്ലെ? ആരായിരുന്നു മലയാളി? ആരായിരുന്നു? സി ശങ്കരൻ നായരായിരുന്നു. 1900-ലെ വൈസ്രോയിക്ക് ഏത് വൈസ്രോയിക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? രണ്ടാം ഈഴവ മെമ്മോറിയൽ ആർക്കായിരുന്നു? അത് ലോർഡ് കഴ്സൺ ആയിരുന്നു അല്ലെ? ലോർഡ് കഴ്സൺ ആയിരുന്നു. ഇനി ആത്മവിദ്യാ സംഘത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? ആത്മവിദ്യാ സംഘത്തിന്റെ സ്ഥാപകൻ വാഗ്ഭടാനന്ദനായിരുന്നു. വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച പത്രാണ് ഏത്? വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച പത്രാണ് സ്വദേശാഭിമാനി അല്ലെ? ആത്മാനുതാപം എന്ന കൃതി ആരുടെയായിരുന്നു? ആത്മാനുതാപം എന്ന കൃതി ആരുടെയായിരുന്നു? ആത്മാനുതാപം അത് ചാവറ അല്ലെ? ഏലിയാസ്, കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ ആയിരുന്നു. അടുത്തത്, സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത് ആരായിരുന്നു എന്നായിരുന്നു ചോദ്യം അല്ലെ? സമത്വ സമാജം വൈകുണ്ഠ സ്വാമികളായിരുന്നു. 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? ആരായിരുന്നു? അത് ഡി കെ കാർവെയാണ് അല്ലെ? ഡി കെ കാർവെയാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം എന്താണ്? എന്തായിരുന്നു? ചൗരി ചൗരയാണ് അല്ലെ? സന്യാസി കലാപം നടന്നത് എവിടെയാണ്? സന്യാസി കലാപം നടന്നത് എവിടെയായിരുന്നു? അത് ബംഗാളിലായിരുന്നു അല്ലെ? അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് ബോംബെയിൽ വെച്ചിട്ടായിരുന്നു. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിന്റെ സ്ഥാപകൻ ആരായിരുന്നു? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിന്റെ സ്ഥാപകൻ വില്യം ജോൺസ് ആയിരുന്നു അല്ലെ? വില്യം ജോൺസ് ആയിരുന്നു. അപ്പൊ അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ധനബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെന്റിന്റെ ഏതു സഭയിലാണ്? ധനബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് ഏത് സഭയില? ലോകസഭയിലാണ് അല്ലെ? ധനബില്ലിന്റെ കാര്യത്തില് തീരുമാനം എടുക്കാനുള്ള അധികാരം അല്ലെങ്കിൽ അന്തിമ തീരുമാനം എന്ന് പറയുന്നത് ആർക്കാണ്? ലോകസഭയിലാണ് അല്ലെ? ലോകസഭയിലാണ്. മണി ബില്ലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ ഏതാണ്? 110 ആണ് അല്ലെ? 110 ആണ്. ഓക്കെ. മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയെയാണ് സമീപിക്കാൻ പറ്റുക? അടുത്ത ക്വസ്റ്റ്യൻ ആണ്. മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയെ സമീപിക്കാൻ കഴിയും? ഹൈക്കോടതിയെ ആണ് അല്ലെ? അപ്പൊ ഈ മൗലികാവകാശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഹൈക്കോടതികളും സുപ്രീം കോടതികളും റിട്ടുകൾ പുറപ്പെടുവിക്കും അല്ലെ? ഈ സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? 32-ാം ആർട്ടിക്കിൾ പ്രകാരമാണ്. എന്നാൽ ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് 226 ആർട്ടിക്കിൾ പ്രകാരമാണ് അല്ലെ? ഈ റിട്ടുകൾ എന്ന ആശയം ഇന്ത്യ ഭരണഘടനയിൽ കടം കൊണ്ടത് എവിടെ നിന്നാണ്? റിട്ടുകൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് അല്ലെ? ബ്രിട്ടനിൽ നിന്നാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. വോട്ടിംഗ് പ്രായം
21 നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 1989 61 ഭേദഗതി അല്ലെ? 1989 61 ഭേദഗതിയാണ് എന്ത് ചെയ്തത്? വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ചത്. ആരായിരുന്നു ഈ സമയത്ത് പ്രധാനമന്ത്രി? ആരായിരുന്നു പ്രധാനമന്ത്രി? രാജീവ് ഗാന്ധി ആയിരുന്നു അല്ലെ? രാജീവ് ഗാന്ധി ആയിരുന്നു. വിദ്യാഭ്യാസം, അടുത്ത ക്വസ്റ്റ്യൻ. വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കൺകറന്റ് ലിസ്റ്റ് അല്ലെ? കൺകറന്റ് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം വരുന്നത് അല്ലെ? ഇനി അവിടെ നമുക്കറിയാം ലിസ്റ്റുകളെ കുറിച്ചുള്ള പട്ടിക ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ? ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് 7ാം പട്ടികയാണ് അല്ലെ? ഈ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളെ കുറിച്ചിട്ട് നിയമനിർമ്മാണം നടത്തുന്നത് ആരായിരിക്കും? ആരായിരിക്കും നിയമനിർമ്മാണം നടത്തുക? 2 ഗവൺമെന്റുകൾക്കുണ്ട് അല്ലെ? സംസ്ഥാന ഗവൺമെന്റിനുണ്ട്, കേന്ദ്ര ഗവൺമെന്റിനുണ്ട്. എന്നാൽ ഒരു വിഷയത്തിന്മേൽ 2 കൂട്ടരും നിയമം നിർമ്മിക്കുകയാണെങ്കിൽ ആരുടെ നിയമത്തിനായിരിക്കും കൂടുതൽ സ്വീകാര്യത? അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ആയിരിക്കും അല്ലെ? സെൻട്രൽ ഗവൺമെന്റിന്റെ ആയിരിക്കും. അപ്പൊ ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക, ഷെഡ്യൂൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ? 7 അല്ലെ? അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിലെ രാജ്യസഭയെ കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. ഈ പ്രസ്താവന ശരിയാണ്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ, കൗൺസിൽ ഓഫ് ദി സ്റ്റേറ്റ്സ് എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. ശരിയാണ് അല്ലെ? രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. അടുത്ത ഓപ്ഷൻ ആണ് ഓപ്ഷൻ 2, സ്ഥിരം സഭയാണെന്ന്. അതെ, ശരിയാണ് അല്ലെ? 5 വർഷമാണ് സഭയുടെ കാലാവധി. 3ാമത്തെ ഓപ്ഷൻ. അത് ശരിയാവോ? സ്ഥിരം സഭയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ? അപ്പൊ 5 വർഷമാണ് സഭയുടെ കാലാവധി എന്ന് പറഞ്ഞത് തെറ്റാണ്. സ്പീക്കർ അധ്യക്ഷൻ വഹിക്കുന്നു. സ്പീക്കർ ആണോ രാജ്യസഭയുടെ അധ്യക്ഷ പദവി വഹിക്കുന്നത്? അല്ല. ആരാണ്? ആരാണ്? വൈസ് പ്രസിഡന്റ് ആണ് അല്ലെ? വൈസ് പ്രസിഡന്റ് ആണ്. അപ്പൊ ഇവിടെ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയായിരുന്നു? ശരിയായ പ്രസ്താവനകൾ: സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് അല്ലെ? രാജ്യസഭ എന്ന് പറയുന്നത് ഒരു സ്ഥിരം സഭയാണ്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്ന് ഇത് അറിയപ്പെടുന്നു അല്ലെ? ഈ രാജ്യസഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് ആരായിരിക്കും? സംസ്ഥാന നിയമസഭകളിലെ MLA മാർ തെരഞ്ഞെടുക്കപ്പെടുന്നവരാണ് അല്ലെ? ഓക്കെ. അപ്പൊ സംസ്ഥാന നിയമസഭകളിലെ MLA മാരാണ് ആരെ തെരഞ്ഞെടുത്ത് വിടുന്നത്? രാജ്യസഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുത്ത് വിടുന്നത് അല്ലെ? ഇനി ഒരു രാജ്യസഭാംഗമാകാനുള്ള പ്രായപരിധി എത്രയാണ്? ഒരു രാജ്യസഭാംഗമാകാനുള്ള പ്രായപരിധി എത്ര വയസ്സാണ്? 30 വയസ്സാണ് അല്ലെ? 30 വയസ്സാണ്. ഓക്കെ. അപ്പൊ രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണെന്നാ പറഞ്ഞത്? രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? അത് വൈസ് പ്രസിഡന്റ് ആണ് അല്ലെ? രാജ്യസഭ നമ്മുടെ പാർലമെന്റിന്റെ ഉപരിസഭയാണോ അതോ അധോസഭയാണോ? ഏത് സഭയാ? ഉപരിസഭയാണ് അല്ലെ? ഉപരിസഭയാണെന്ന് പറയാം. ഓക്കെ. ഇനി ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. 2025 മെയ് 2 അല്ലെ? 2025 മെയ് 2 കേട്ടോ. 2025 മെയ് 2. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരാണ്? 2025 ഏപ്രിൽ മാസത്തിൽ ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരായിരിക്കും? അത് JD വാൻസ് ആണ് കേട്ടോ. JD വാൻസ് ആണ്. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരാണ്? JD വാൻസ് കേട്ടോ. JD വാൻസ് ആണ്. JD വാൻസ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനുമൊപ്പം നിർണായക പങ്ക് വഹിച്ച മലയാളി ആരാണ്? ആരാണ്? അത് VP മേനോനാണ് അല്ലെ? VP മേനോനാണ്. VP മേനോനാണ്. ഓക്കെ. അപ്പൊ സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ സമർപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനുമൊപ്പം നിർണായക പങ്ക് വഹിച്ച മലയാളിയാണ് ആര്? VP മേനോൻ അല്ലെ? VP മേനോൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ ആരാണ്? ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ ആരാണ്? ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ ആരാണ്? വൈസ് ചെയർമാൻ അല്ലെ? ചെയർമാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, അതെപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും. എന്നാൽ
വൈസ് ചെയർമാൻ ആരായിരുന്നു? ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ഗുൽസാരിലാൽ നന്ദയാണ്, അല്ലെ? ഗുൽസാരിലാൽ നന്ദയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ഗുൽസാരിലാൽ നന്ദയാണ്. ഏത് രാജ്യവുമായാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത്? പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത് ചൈനയുമായിട്ടാണ്, അല്ലെ? അപ്പൊ ഏതായിരുന്നു വർഷം? 1954, അല്ലെ? 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത് ചൈനയുമായിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് APJ അബ്ദുൽ കലാമിനെയാണ്, അല്ലെ? APJ അബ്ദുൽ കലാമാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു മിസൈൽ വുമൺ ഉണ്ടല്ലോ, മിസൈൽ വുമൺ അതാരാണ്? മിസൈൽ വുമൺ ആരാണ്? അത് ടെസ്സി തോമസ് ആണ്, അല്ലെ? ടെസ്സി തോമസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റോക്കറ്റ് മാനും റോക്കറ്റ് വുമണും ഉണ്ട്, അല്ലെ? ഇന്ത്യയുടെ റോക്കറ്റ് മാൻ എന്നറിയപ്പെടുന്നത് ആരാ? അത് കെ ശിവനാണ്, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത് ആരാ? അത് ഋതു കരുതലാണ്, ഋതു കരുതലാണ്, അല്ലെ? നമുക്ക് 4 ക്വസ്റ്റ്യൻ കിട്ടി ഇവിടെ നിന്ന്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആരാണ്? APJ അബ്ദുൽ കലാം. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ ചോദിച്ചാല് ആരാ? ടെസ്സി തോമസ്. ഇനി റോക്കറ്റ് വുമൺ ഋതു കരുതലും റോക്കറ്റ് മാൻ ആരാണ്? ISRO ചെയർമാൻ ആയിരുന്ന കെ ശിവനുമാണ്, അല്ലെ? കെ ശിവനുമാണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ഒന്നുകൂടി റിവൈസ് ചെയ്തിട്ട് വന്നിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ ധനബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ധനബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ്, അല്ലെ? മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുമ്പോൾ 226 പ്രകാരം റിട്ട് പുറപ്പെടുവിക്കുന്നത് ഏത് കോടതിയാണ്? അത് ഹൈക്കോടതിയാണ്, അല്ലെ? വോട്ടിംഗ് പ്രായം 21 നിന്നും 89 ആക്കിയത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? 61 ഭേദഗതി 89, അല്ലെ? അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിദ്യാഭ്യാസം എന്നത് ഏത് ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ്? കൺകറന്റ് ലിസ്റ്റ്, അല്ലെ? ഇനി രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്, അതുപോലെ സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നും അറിയപ്പെടുന്നു, അല്ലെ? സ്ഥിരം സഭയാണ്, സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം 2025 മെയ് 2-നാണ്. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരാണ്? 2025 ഏപ്രിൽ മാസത്തില് അത് JD വാൻസ് ആണ്, അല്ലെ? അങ്ങനെയാണെങ്കിൽ നാട്ടുരാജ്യ സംയോജനം, അല്ലെ? സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിൽ സഹകരിച്ച മലയാളി ആരാണ്? അത് VP മേനോനാണ്, VP മേനോനാണ്. മറ്റു രണ്ടുപേര് ആരൊക്കെയായിരുന്നു? ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും ആയിരുന്നു, അല്ലെ? ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ ആയിരുന്നു ആര്? ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ ആയിരുന്നു ഗുൽസാരിലാൽ നന്ദ. ഏത് രാജ്യവുമായിട്ടാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത്? അത് ചൈനയുമായിട്ടായിരുന്നു. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയില് ഭാഷാടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യ സംസ്ഥാനം ഏതാണെന്ന്? ഇന്ത്യയിലെ ഭാഷാടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യ സംസ്ഥാനം ഏതായിരുന്നു? അത് ആന്ധ്രാപ്രദേശ് ആയിരുന്നു. വർഷം ഒന്ന് പറഞ്ഞു നോക്കിയേ, ആന്ധ്രാപ്രദേശ് രൂപം കൊണ്ട വർഷം ഒന്ന് പറഞ്ഞു നോക്കിയേ, 1953, അല്ലെ? ഈ ആന്ധ്രാപ്രദേശിന്റെ രൂപീകരണത്തിന് വേണ്ടിയിട്ട് മരണം വരെ നിരാഹാരം ചെയ്ത ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അല്ലെ? ആരായിരുന്നു അത്? പോറ്റി ശ്രീരാമലു, അല്ലെ? പോറ്റി ശ്രീരാമലു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോകസഭാ മണ്ഡലം? പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോകസഭാ മണ്ഡലം ഏതാണ്? വാരാണസിയാണ്, ശരിയാണ്, വാരാണസിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ISROയുടെ നിലവിലെ ചെയർമാൻ 11ാമത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ V നാരായണനാണ്, അല്ലെ? അപ്പൊ തൊട്ട് മുന്നേ ആരായിരുന്നു? 10ാമത്തെ ചെയർമാൻ ആരായിരുന്നു? അത് S സോമനാഥാണ്, അല്ലെ? S സോമനാഥാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ വിവിധ നദീതട പദ്ധതികളെ കുറിച്ചും അവയുടെ നദികളും ചുവടെ കൊടുത്തിട്ടുണ്ട്. നദീതട പദ്ധതികളും നദികളും കൊടുത്തിട്ടുണ്ട്, ശരിയായ ജോഡികൾ കണ്ടെത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഹിരാക്കുഡ് ഏത് നദിയിലാണെന്ന് പറഞ്ഞേ? ഹിരാക്കുഡ് ഈ ഒരു നദീതട പദ്ധതി ഹിരാക്കുഡ് ഏത് നദിയിലാണ്? അതെ, മഹാനദിയിലാണ്, അല്ലെ? മഹാനദിയിലാണ്. അങ്ങനെയാണെങ്കിൽ സർദാർ സരോവർ നദീതട പദ്ധതി എവിടെയാണ്? സർദാർ സരോവർ നർമ്മദയിലാണ്. കൃഷ്ണരാജസാഗർ നദീതട പദ്ധതി എവിടെയാണ്? കൃഷ്ണരാജസാഗർ
അത് കാവേരിയിലാണ് അല്ലെ. കൃഷ്ണരാജസാഗർ എന്ന് വരുമ്പോൾ ഒരിക്കലും കൃഷ്ണ നദി അല്ല എന്ന് വേണം നമ്മൾ ഓർത്തിരിക്കാൻ. അത് കാവേരിയിലാണ്. നിസാം സാഗർ ഏതിലായിരിക്കും? നിസാം സാഗർ എന്ന് പറയുമ്പോൾ ആന്ധ്രാപ്രദേശ്, തെലങ്കാന ആ ഭാഗത്തൊക്കെ ആയിട്ട് വരും അല്ലെ. അപ്പോ അത് ഗോദാവരിയാണ് അല്ലെ. അവിടെയുള്ള നദി ഏതാ? ഗോദാവരിയാണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടി പറയാം. ഹിരാക്കുഡ് മഹാനദി, സർദാർ സരോവർ നർമ്മദ, കൃഷ്ണരാജസാഗർ കാവേരി, നിസാം സാഗർ ഗോദാവരി. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? അത് അഗസ്ത്യമലയാണ് കേട്ടോ. ഏറ്റവും വിസ്തൃതമായത് ചോദിച്ചാൽ അഗസ്ത്യമലയാണ്. കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് ചോദിച്ചാൽ അഗസ്ത്യമലയാണ്. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ചോദിച്ചാൽ ഏതാണ്? ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ചോദിച്ചാൽ അത് നീലഗിരിയാണ് അല്ലെ. നീലഗിരിയാണ്. ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? അഗസ്ത്യമലയാണ്. എന്നാൽ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നീലഗിരിയാണ് കേട്ടോ. നീലഗിരിയാണ്. പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? പുനർഗേഹം ആർക്ക് വേണ്ടിയിട്ടാണ്? ഇത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് കേട്ടോ. പുനർഗേഹം എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ഏതാണെന്ന്? തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ഏതാണ്? തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ ഏതാ? അത് കൊല്ലം ചെങ്കോട്ടയാണ് അല്ലെ. തിരുവിതാംകൂറിലെയാണ് ചോദിച്ചത് കേട്ടോ. തിരുവിതാംകൂറിലെയാണ്, മലബാറിലെ അല്ല ചോദിച്ചത്. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ഏതാണ്? കൊല്ലം ചെങ്കോട്ടയാണ് അല്ലെ. കൊല്ലം ചെങ്കോട്ടയാണ്. മലബാറിലെ ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞേനെ? ബേപ്പൂർ തിരൂർ എന്ന് പറയായിരുന്നു അല്ലെ. ബേപ്പൂർ തിരൂർ എന്ന് പറയായിരുന്നു. അപ്പൊ മലബാറിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ചോദിച്ചാൽ ബേപ്പൂർ തിരൂറാണ് അല്ലെ. 1861 അല്ലെ. ഇനി നമ്മുടെ തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ചോദിച്ചാൽ അത് കൊല്ലം ചെങ്കോട്ടയാണ് കേട്ടോ. കൊല്ലം ചെങ്കോട്ടയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹിമാലയ പർവ്വത നിരയായ ഹിമാദ്രിയുടെ സവിശേഷത അല്ലാത്തത് ഏതാണെന്ന് പറയണം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നു. അതിവിടെയാണോ? ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഹിമാദ്രിയിലാണ്. ഹിമാദ്രി മഞ്ഞുറഞ്ഞു കിടക്കുകയാണ് അല്ലെ. അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നില്ല. ആ പ്രസ്താവന തെറ്റാണ്. ലോകത്തിലെ ഉയരമേറിയ കൊടുമുടികൾ കാണപ്പെടുന്നു. ഇത് ശരിയാവോ ഇത്? ലോകത്തിലെ ഉയരമേറിയ കൊടുമുടികളെല്ലാം ഹിമാദ്രിയിലാണ് അല്ലെ. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമേറിയ എവറസ്റ്റ് കൊടുമുടി തന്നെ എവിടെയാണ്? ഈ ഹിമാദ്രിയിലാണ്. ഇനി മഞ്ഞുമൂടപ്പെട്ട പർവ്വതങ്ങളാണ്. അത് കറക്റ്റ് ആണോ? ശരിയാണ് അല്ലെ. മഞ്ഞുമൂടപ്പെട്ട പർവ്വതങ്ങളാണ് അവിടെ ഉള്ളത്. നിരപ്പായ താഴ്വരകളായ ദൂണുകൾ കാണപ്പെടുന്നത് ഹിമാദ്രിയിലാണോ? അല്ല. താഴ്വരകൾ അല്ലെ. അതെവിടെയാ? അത് സിവാലിക്കിലാണ് അല്ലെ. ഡൂണുകൾ കാണപ്പെടുന്നത്, വിസ്തൃതമായ താഴ്വരകളാണ് ഡൂണുകൾ. ഇത് കാണപ്പെടുന്നത് സിവാലിക് നിരയിലാണ്. അപ്പൊ നമ്മുടെ ഹിമാദ്രിയെ കുറിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവനകൾ എന്തൊക്കെയായിരുന്നു? ലോകത്തിലെ ഉയരമേറിയ കൊടുമുടികൾ കാണപ്പെടുന്നു, മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങളാണ് ഇവിടെ ഉള്ളത് എന്നതാണ് അല്ലെ. അപ്പൊ ഹിമാദ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിമാലയത്തിന് 3 നിരകളായി തിരിച്ചതിലെ ഏറ്റവും വടക്കായി കാണപ്പെടുന്ന ഏറ്റവും ഉയരമുള്ള ഭാഗമാണ് എന്ത്? ഹിമാദ്രി അല്ലെ. ഹിമാദ്രി ഏകദേശം 6000 മീറ്ററിന് മുകളിലാണ് ഇവിടെയുള്ള ഉയരം അല്ലെ. 6000 മീറ്ററിന് മുകളിലാണ് ഹിമാദ്രി. ഹിമാദ്രി എന്ന ഭാഗം 6000 മീറ്ററിന് മുകളിലാണ്. തൊട്ട് താഴെയുള്ള ലെയർ ആണ് ഏതാണ്? ഹിമാചൽ അല്ലെ. ഹിമാചൽ 3000 മുതൽ 6000 വരെ ഉയരം കടക്കുന്നു അല്ലെ. 3000 മുതൽ 6000 വരെ എന്തുണ്ട്? ഉയരമുണ്ട് എവിടെ? ഹിമാചലിന് അല്ലെ. ഹിമാചലിന്. ഇനി അതിനും തൊട്ടു താഴെ സിവാലിക് നിരയാണ് അല്ലെ. ജനവാസ മേഖലകളൊക്കെയുള്ള സിവാലിക് നിരയാണ്. ഇവിടെ എത്രയാണ് ഉയരം? ഏകദേശം 1220 അല്ലെ. 1220 മീറ്റർ ആണ് ഇവിടെ ഏകദേശ ഉയരം എന്ന് പറയുന്നത് അല്ലെ. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. ഓക്കെ. അപ്പൊ നമ്മുടെ ആ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ പറഞ്ഞു? ഹിമാലയ പർവ്വതനിരയാണ് ഹിമാദ്രി. ഹിമാദ്രി 6000 അടി മുകളിലാണ്, 6000 മീറ്റർ മുകളിലാണ് ഇതിന്റെ ഉയരം എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട കൊടുമുടികൾ കാണപ്പെടുന്നത് ഈ ഹിമാദ്രി മേഖലയിലാണ്. ഇവിടെ മഞ്ഞുറഞ്ഞു കിടക്കുന്ന പർവ്വതങ്ങളാണ് ഉള്ളത്.
അടുത്ത ക്വസ്റ്റ്യൻ 2027 ഒളിമ്പിക്സ് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണെന്ന്? 2027 ഒളിമ്പിക്സ് ഇ സ്പോർട്സ് ഗെയിമിന് ആതിഥേയത്വം വഹിക്കുന്നത് സൗദി അറേബ്യ അല്ലെ? സൗദി അറേബ്യ. അപ്പൊ സൗദി ഇ എന്ന് പറയുന്നില്ലേ, അപ്പൊ അത് വെച്ചിട്ട് ഈ സ്പോർട്സ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. സൗദി സൗദി അറേബ്യ അല്ലെ? 2027 കേട്ടോ. അപ്പൊ ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2027 ഒളിമ്പിക്സ് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സൗദി അറേബ്യയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. പാമ്പാടും ചോല, അതിന്റെ പ്രത്യേകത എന്തായിരുന്നു? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പാമ്പാടും ചോല എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് അല്ലെ? അപ്പൊ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം എന്ന ഓപ്ഷൻ അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ അതാണ് മാച്ച് ചെയ്യേണ്ടത്. പാമ്പാടും ചോല ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. ഇനി മതികെട്ടാൻ ചോലയാണെങ്കിലോ? മതികെട്ടാൻ ചോല, അവിടെ അതിന്റെ രൂപീകരിച്ച വർഷമാണ് കൊടുത്തിട്ടുള്ളത്. ഏത് വർഷമായിരിക്കും ഈ മതികെട്ടാൻ ചോല നിലവിൽ വന്നിട്ടുള്ളത്? 2003 കേട്ടോ. മതികെട്ടാൻ ചോലയും പാമ്പാടും ചോലയും ആനമുടി ചോലയും മൂന്നും ഒരു വർഷമാണ് വന്നിട്ടുള്ളത്. 2003 ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് കേട്ടോ. മതികെട്ടാൻ ചോല, പാമ്പാടും ചോല, ആനമുടി ചോല. ഇനി അടുത്തത് ഇരവികുളത്തിന്റെ പ്രത്യേകത എന്താ? അവിടെ നീലഗിരി കുന്നുകൾ എന്നും നീലഗിരി ഥാർ എന്നും കൊടുത്തിട്ടുണ്ട്. ഏതാണ് വരിക? നീലഗിരി ഥാർ എന്ന് പറയുന്ന ആടുകൾ അല്ലെ, വരയാടുകൾ, നീലഗിരി ഥാർ ആണ് വരിക. ഇനി സൈലന്റ് വാലിക്ക് ഏതായിരിക്കും? നീലഗിരി കുന്നുകൾ അല്ലെ? സൈലന്റ് വാലി നീലഗിരി കുന്നുകൾ അല്ലെ? നീലഗിരി കുന്നുകൾ. പാലക്കാട് നീലഗിരി കുന്നുകളാണ് അവിടെ. അത് ശരിയായ ഓപ്ഷൻ ആയിട്ട് ചേരുന്നത്. അപ്പൊ നമുക്ക് ഒന്നുകൂടി പറയാം. പാമ്പാടും ചോല ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. മതികെട്ടാൻ ചോലയാണെങ്കിൽ 2003 നിലവിൽ വന്നത്. ഇരവികുളം എന്ന് പറയുന്നത് നീലഗിരി ഥാറാണ് അവിടെ സംരക്ഷിക്കപ്പെടുന്ന ഒരു ജീവി എന്ന് പറയുന്നത് അല്ലെ? ജീവി എന്ന് പറയുന്നത്. സൈലന്റ് വാലി ആണെങ്കിൽ നീലഗിരി കുന്നുകളുമായി ചേർന്ന് കിടക്കുന്ന ദേശീയോദ്യാനമാണ് ഏത്? സൈലന്റ് വാലി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലോകത്തിലെ പല ഭാഗങ്ങളിൽ പ്രാദേശികമായ താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശികവാതങ്ങൾ. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന പ്രാദേശികവാതമായ ഉഷ്ണക്കാറ്റ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതൊന്നൊരു ചോദ്യം ചോദിച്ചിരിക്കുക അല്ലെ? ലൂ ആണ് അല്ലെ? ലൂ ആണ്. അപ്പൊ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രാദേശികമായ താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളെയാണ് എന്ത് പറയുന്നത്? പ്രാദേശികവാതം. അങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ ഉത്തരേന്ത്യൻ സമതല മേഖലയിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് എന്ത്? ലൂ എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ 34ാമത്തെ ക്വസ്റ്റ്യൻ എത്തി നമ്മള്. 34ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. അപ്പൊ അതിന്റെയും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കെ സ്മാർട്ട് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കെ സ്മാർട്ട് ഏതുമായിട്ടാ ബന്ധപ്പെട്ടിട്ടുള്ളത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ലക്ഷ്യമിടുന്ന ഒരു പദ്ധതിയാണ് കേട്ടോ. കെ സ്മാർട്ട് എന്ന് പറഞ്ഞാല് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് കെ സ്മാർട്ട് എന്ന് പറയുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള ഒരു പദ്ധതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന പേരെന്താണെന്ന്? നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്ന് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമാണ് അല്ലെ? ഈ നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി ഏത് വർഷമായിരുന്നു? 1934 അല്ലെ? 1934 നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി അല്ലെ? പിന്നീടായിരുന്നു അത് എന്തറിയപ്പെട്ടത്? പെരിയാർ ടൈഗർ റിസർവ് അല്ലെ? പെരിയാർ ടൈഗർ റിസർവ് എന്നറിയപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ്? ഏതാ? അത് പുല്ലമ്പാറയാണ് കേട്ടോ. പുല്ലമ്പാറ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ്? പുല്ലമ്പാറയാണ്.
കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കപ്പെടുന്നതുമായ മണൽ നിറഞ്ഞ ജൈവാംശമുള്ള മണ്ണിന്റെ പേരെന്താ? കരേവ. അല്ലെ, കരേവ. ഈ ചോദ്യം വേറെ രീതിയിൽ ചോദിച്ചിട്ടുണ്ട് അല്ലെ. കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ ജമ്മു കാശ്മീരിൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. അതേതായിരുന്നു? അതും ഈ കരേവ തന്നെയാണ് അല്ലെ, കരേവ. അപ്പൊ കുങ്കുമ കൃഷിക്ക് പേര് കേട്ട അല്ലെങ്കിൽ അതിന് അനുയോജ്യമായ മണ്ണിനമാണ് കരേവ മണ്ണിനം. ഇത് ഇന്ത്യയിലെ എവിടെയാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്? ജമ്മു കാശ്മീരിലാണ് അല്ലെ, ജമ്മു കാശ്മീരിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഈർപ്പവാഹിയായ കാറ്റിന്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തുന്നത് കാരണം ആ പ്രദേശങ്ങളിൽ വലിയ തോതിൽ മഴ ലഭ്യമാകുന്നു. അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് മഴ കുറയും. ഇത്തരത്തിൽ മഴ കുറഞ്ഞ ഈ പ്രദേശങ്ങളെ ഒരു പേര് പറയും നമ്മൾ. എന്താ പറയാ എന്നാണ് ചോദ്യം. ഈർപ്പവാഹിയായ കാറ്റിന്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തി ആ ഭാഗത്ത് നല്ല മഴ ലഭിക്കും. എന്നാൽ അതിന്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് മഴ കുറവായിരിക്കും. മഴനിഴൽ പ്രദേശം. നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലൊരു മഴനിഴൽ പ്രദേശം ഉണ്ടല്ലോ. ഏതാണത്? ചിന്നാർ മഴനിഴൽ പ്രദേശം. എവിടെയാണ് ഈ ചിന്നാറ്? ഏത് ജില്ലയിലാണ് ഈ ചിന്നാറ്? ഇടുക്കി ജില്ലയിലാണ് അല്ലെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വേമ്പനാട്ട് കായലുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ തെറ്റായവ തിരിച്ചറിയുക. കല്ലടയാറിന്റെ പതനസ്ഥാനമാണ്. കല്ലടയാർ പതിക്കുന്നത് വേമ്പനാട്ടു കായലിലാണോ? അല്ല. അല്ല, അത് തെറ്റാണ് അല്ലെ. കല്ലടയാർ പതിക്കുന്നത് വേമ്പനാട്ട് കായലിലല്ല. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നു. അത് ശരിയാണോ? നെഹ്റു ട്രോഫി കല്ലടയാർ അഷ്ടമുടിയിലാണ് പതിക്കുന്നത് അല്ലെ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ്. അത് ശരിയാണ് അല്ലെ. ഈ പുന്നമടക്കായൽ എന്ന് പറയുന്നത് ഉം, നമ്മുടെ വേമ്പനാട്ട് കായലിന്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ എന്ന് പറഞ്ഞാൽ ശരിയാണത്. അപ്പൊ തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ഇത് ശരിയാണോ? തണ്ണീർമുക്കം ബണ്ട് ശരിയാണ് അല്ലെ. അപ്പൊ വേമ്പനാട്ട് കായലുമായി ബന്ധപ്പെട്ട രണ്ട് പ്രസ്താവനകൾ ഏതൊക്കെയായിരുന്നു? ഒന്ന്, നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നു. രണ്ടാമത്തെ കാര്യം, തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത് വേമ്പനാട്ടു കായലിലാണ്. ഓപ്പറേഷൻ ബ്രഹ്മ എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? ഓപ്പറേഷൻ ബ്രഹ്മ. അതെ, മ്യാൻമറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായിട്ട് ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണിത് അല്ലെ. മ്യാൻമറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മനുഷ്യ സഹായം നൽകുന്നതിന് കേട്ടോ. അപ്പം മ്യാൻമറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ സഹായം എത്തിക്കാനുണ്ടായ ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ ബ്രഹ്മ. ഓപ്പറേഷൻ ബ്രഹ്മ. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവീജിയൻ പ്രൊജക്ട് എന്നറിയപ്പെടുന്നതുമായ തുറമുഖം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവീജിയൻ പ്രൊജക്ട് നീണ്ടകരയാണ് അല്ലെ. ഈ ഇൻഡോ നോർവീജിയൻ പ്രൊജക്ടിന്റെ വർഷം പറഞ്ഞേ. ഇൻഡോ നോർവീജിയൻ പ്രൊജക്ടിന്റെ വർഷം അതേതാ? 1953 കേട്ടോ. 1953 ഇൻഡോ നോർവീജിയൻ പ്രൊജക്ട്. ഏത് വർഷ? 1953 അത് നീണ്ടകരയിലാണ് അല്ലെ. ഇനി ഈ നീണ്ടകര ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാലോ? നീണ്ടകര ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാലോ? കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലാണ്. കേരളത്തിന്റെ വനമേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക. കേരളത്തിൽ വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല എറണാകുളമാണ്. ആണോ? കേരളത്തിലെ വനഭൂമി ഏറ്റവും കുറവ് എറണാകുളത്താണോ? അല്ല. അത് തെ അത് തെറ്റാണ് അല്ലെ. തെറ്റാണ്. ആലപ്പുഴയിലാണ് അല്ലെ. നമുക്കറിയാം ആലപ്പുഴയിലാണ് എന്ത് ഈ വനപ്രദേശം ഏറ്റവും കുറവുള്ളത് അല്ലെ. അവിടെ ആകെ ഒരേ ഒരു റിസർവ് വനം മാത്രമേ ഉള്ളൂ. അതിന്റെ പേരെന്തായിരുന്നു? വിയ്യാപുരം അല്ലെ. വിയ്യാപുരം റിസർവ് വനം എന്നായിരുന്നു. അടുത്ത ഓപ്ഷൻ, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം കൊച്ചിയാണ്. ഈ പ്രസ്താവന ശരിയാണോ? പറഞ്ഞേ. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം കൊച്ചിയാണോ? അല്ല അല്ലെ. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടെയാ? അത് പീച്ചിയിലാണ് അല്ലെ. പീച്ചിയിലാണ്. ഇനി അടുത്ത ഓപ്ഷൻ, സൈലന്റ് വാലി ഒരു ഉഷ്ണമേഖലാ നിത്യഹരിത വനപ്രദേശമാണ്. ശരിയാണോ? സൈലന്റ് വാലി ഒരു ഉഷ്ണമേഖലാ നിത്യഹരിത വനപ്രദേശമാണോ? ശരിയാണ് അല്ലെ. ശരിയാണ്. അടുത്ത ഓപ്ഷൻ, കേരളത്തിലെ വനഭൂമി ഏറ്റവും കൂടുതൽ ഇടുക്കി ജില്ലയിലാണ്. ഇത് ശരിയാണോ?
ശരിയാണ് അല്ലെ. അപ്പൊ കേരളത്തിലെ വനമേഖലയെ കുറിച്ച് ഇവിടെ 2 പ്രസ്താവനകളാണ് ശരിയായിട്ടുണ്ടായത്. സൈലന്റ് വാലി ഒരു ഉഷ്ണമേഖലാ നിത്യഹരിത വനപ്രദേശമാണ്. കേരളത്തിലെ വനഭൂമി ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലാണ് അല്ലെ. അപ്പൊ വനഭൂമി ഏറ്റവും കുറവ് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാ? ആലപ്പുഴയിലാണ് അല്ലെ. ആലപ്പുഴയിലാണ്. ഇവിടെ വേറൊരു ചോദ്യം ചോദിക്കാറുണ്ട്. ശതമാനാടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ വനഭൂമി ഏറ്റവും കൂടുതൽ എവിടെയാന്നുള്ള ചോദ്യവും ചോദിച്ചിട്ടുണ്ട് അല്ലെ. ശതമാനാടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ എവിടെയായിരിക്കും? അത് വയനാട്ടിലാണ് കേട്ടോ. അപ്പൊ വനഭൂമി ഏറ്റവും കൂടുതൽ ഇടുക്കിയിലാണ്. എന്നാൽ ശതമാനാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അത് വയനാടാണ്. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് സ്ഥലങ്ങളും അതുപോലെ അതുമായി ബന്ധപ്പെട്ട എവിടെയാണ് ഈ ഒരു സ്മാരകം അല്ലെങ്കിൽ സ്ഥലങ്ങൾ എന്നുള്ളതാണ് കേട്ടോ. കരുമാടിക്കുട്ടൻ സ്മാരകം ഇത് എവിടെയാണ്? കരുമാടിക്കുട്ടൻ സ്മാരകം എവിടെയാണ്? ആലപ്പുഴ. കറക്റ്റ് ആണ്. ആലപ്പുഴ. ചന്ദ്രഗിരി കോട്ട ഇത് എവിടെയാ? ചന്ദ്രഗിരി കോട്ട ചന്ദ്രഗിരി കോട്ട കാസർഗോഡാണ്. കാസർഗോഡാണ്. പുനലൂർ തൂക്കുപാലം പുനലൂർ തൂക്കുപാലം ഇതെവിടെയാണ്? പുനലൂർ തൂക്കുപാലം അത് കൊല്ലത്താണ് അല്ലെ. കൊല്ലത്താണ്. വാഗൺ ട്രാജഡി സ്മാരകം വാഗൺ ട്രാജഡി സ്മാരകം അത് തിരൂരാണ്. ഇവിടെ ജില്ലകളുടെ അടിസ്ഥാനത്തിൽ കൊടുക്കുമ്പോൾ മലപ്പുറം കേട്ടോ. അവിടെ എല്ലാം ബാക്കിയെല്ലാം ജില്ലകളാ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് എന്താണ്? മലപ്പുറം എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഒന്നുകൂടി പറയാം. കരിമാടിക്കുട്ടൻ സ്മാരകം എവിടെയാണെന്ന് പറഞ്ഞു? കരിമാടിക്കുട്ടൻ സ്മാരകം ആലപ്പുഴ അല്ലെ. ആലപ്പുഴ. ചന്ദ്രഗിരി കോട്ട ചന്ദ്രഗിരി കോട്ട ചന്ദ്രഗിരി കോട്ട കാസർഗോഡാണ്. പുനലൂർ തൂക്കുപാലം പുനലൂർ തൂക്കുപാലം അതെവിടെയാ? കൊല്ലത്താണ്. ഇനി വാഗൺ ട്രാജഡി സ്മാരകം വാഗൺ ട്രാജഡി സ്മാരകം അത് മലപ്പുറത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവരിൽ നിന്നും ശരിയായവ കണ്ടെത്തുക. ബോക്സർ കലാപം ഇത് നടന്നത് എവിടെയാണെന്ന് പറഞ്ഞേ? ബോക്സർ കലാപം ഇവിടെ കൊടുത്തിരിക്കുന്നു അമേരിക്കയാണെന്ന്. ശരിയാണോടാ? ബോക്സർ കലാപം അമേരിക്കയിലാണോ? അല്ല, ചൈനയിലാണ് അല്ലെ. 1900-ലാണ് കേട്ടോ. ബോക്സർ കലാപം ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1900-ലാണ് അല്ലെ. ഓക്കെ. ഇനി ഭൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്ക എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് ശരിയാണോ? ഭൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്കയിൽ നടന്നതാണോ? ആണ്. ആണ്. ശരിയാണത് അല്ലെ. ഭൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്കയിലാണ്. നമ്മുടെ ഗാന്ധിജി എല്ലാം ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്ന ഒരു സമയത്താണ് ഈ ഭൂവർ യുദ്ധമൊക്കെ ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ ഭൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്ക. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ചൈന എന്ന് കൊടുത്തിരിക്കുന്നു. ഇത് കറക്റ്റ് ആവോ? ശരിയാവോ? ഈ സംഭവം ശരിയാവോ? ഇല്ല. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്തുമായി ബന്ധപ്പെട്ടതാ? ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. ആ ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ബോക്സർ കലാപം ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ അത് 1900-ലാണ് അല്ലെ. ഭൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്ക കറക്റ്റ് ആണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവമാണ് അല്ലെ. 1789 ജൂൺ 20-നായിരുന്നു ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ അല്ലെ. ഏതാ വർഷം? 1789 ജൂൺ 20-നായിരുന്നു. ഇനി രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ട് എന്ന് കൊടുത്തിരിക്കുന്നു. ശരിയാണോ? രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ട് ശരിയാണോ? അതെ, ശരിയാണ് അല്ലെ. ശരിയാണ്. രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ടിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശ കാവ്യം കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശ കാവ്യമാണ് കോകില സന്ദേശം. കോഴിക്കോട് കോകിലം അങ്ങനെ ഓർത്തു വെച്ചാൽ പെട്ടെന്ന് കിട്ടും. അപ്പൊ കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശ കാവ്യമാണ് കോകില സന്ദേശം. കോകില സന്ദേശം. ഇനി ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ പാളികളുടെ പേരുകളാണ് ചുവടെ ചേർക്കുന്നത്. അവയെ ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്ക് എന്ന തരത്തിൽ ക്രമീകരിച്ച് എഴുതണം. അപ്പൊ എങ്ങനെയാണ് ആ പാളികളുടെ ക്രമം ഒന്ന് പറഞ്ഞേ? എങ്ങനെയാ? ഭൂമിയുടെ പുറത്ത് നിന്ന് ഉള്ളിലോട്ട് പോകുമ്പോൾ എന്തൊക്കെയാ? ഭൂവൽക്കം, അതിന് തൊട്ട് താഴെയായിട്ട് മാന്റില് അല്ലെ. മാന്റിലിൽ നിന്നും ഉള്ളിലോട്ട് പോകുമ്പോൾ പുറക്കാമ്പ് കാണും. പുറക്കാമ്പും കടന്ന് അകത്തോട്ട് പോകുമ്പോഴാണ് എന്ത്? അകക്കാമ്പ് അല്ലെ. അപ്പൊ ഭൂവൽക്കം, മാന്റിൽ, പുറക്കാമ്പ്, അകക്കാമ്പ് ഇതാണ് ശരിയായ ക്രമം. അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിലെ പ്രസ്താവനകളിൽ തെറ്റായവ പറയുക. സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായിട്ട് ചില അധികാരങ്ങളുണ്ട്. ഉണ്ടോ? സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായിട്ട് ചില അധികാരങ്ങളുണ്ടോ? ഇല്ല. ഇല്ല എന്നതാണ് ഇവിടെ
വരുന്നത്. ഇത് തെറ്റാണെന്നാ പറയുക. സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായിട്ട് ചില അധികാരങ്ങൾ ഉണ്ട് എന്നത് ഇവര് ഓപ്ഷൻ തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. ഇത് ശരിയാണോ? അതെ, ശരിയാണ്. അല്ലെ? ശരിയാണ്. ആരും നിയമത്തിന് അതീതരല്ല. ഈ ഒരു പ്രസ്താവന ശരിയാണോ? ആണല്ലോ. ആരും നിയമത്തിന് അതീതരല്ല. അല്ലെ? നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. അല്ലെ? ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും ഒരുപോലെ നിയമത്തിന് നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ ആരും നിയമത്തിന് അതീതരല്ല. അവകാശങ്ങൾ ഉള്ളതുപോലെ നമുക്ക് കടമകളും ഉണ്ട്. ആണോ? ഉണ്ടോ? ഉണ്ട്. അല്ലെ? നമുക്ക് മൗലിക അവകാശങ്ങളുണ്ട്. അതേസമയം എന്തുണ്ട്? മൗലിക കടമകളും ഉണ്ട്. നമ്മുടെ ഭരണാധികാരികൾക്ക് മേലെ ആർക്കും നിയന്ത്രണമില്ല. അങ്ങനെയാണോ? ഭരണാധികാരികളുടെ മേലെ നിയന്ത്രണമില്ലേ? ജനങ്ങൾക്ക് നിയന്ത്രണം ഉണ്ട്. അല്ലെ? ജനങ്ങളാണ് പരമാധികാരികൾ എന്നാണ് ജനാധിപത്യത്തിൽ പറയുന്നത്. അല്ലെ? അപ്പൊ എന്തൊക്കെയാണ് ഈ നമ്മൾ ശരിയായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നത്? 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. ആരും നിയമത്തിന് അതീതരല്ല. ഇന്ത്യയില് പിന്നെ അടുത്തത് അവകാശങ്ങൾ ഉള്ളതുപോലെ നമുക്ക് കടമകളുണ്ട്. നമ്മുടെ ഭരണാധികാരികളുടെ മേലെ നിയന്ത്രണവും ഉണ്ട്. അല്ലെ? ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. 2025 മാർച്ചിൽ അന്തരിച്ച വാൽ കിൽമർ വാൽ കിൽമർ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? 2025 മാർച്ചിൽ അന്തരിച്ച വാൽ കിൽമർ വാൽ കിൽമർ ഏത് മേഖലയില് പ്രശസ്തനാണ്? ചലച്ചിത്ര രംഗം കേട്ടോ. ചലച്ചിത്ര രംഗത്ത് പ്രശസ്തനായിരുന്നു. അപ്പൊ 2025 മാർച്ചിൽ അന്തരിച്ച വാൽ കിൽമർ ചലച്ചിത്ര രംഗത്തെ പ്രശസ്തനായിരുന്നു. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സാറ ജോസഫിനാണ്. കറക്റ്റ് ആണ് അല്ലെ? 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സാറ ജോസഫിനാണ്. വനിതകൾക്കായിട്ട് സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? വനിതകൾക്കായിട്ട് സുഭദ്ര യോജന ആരംഭിച്ചത് ഏത് സംസ്ഥാന? അത് ഒഡീഷയാണ് കേട്ടോ. ഒഡീഷയാണ് വനിതകൾക്കായിട്ട് സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം എന്ന് പറയുന്നത് ഒഡീഷയാണ്. സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെയാണ്? സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും അത് ശാസ്താംപാറയിലാണ് കേട്ടോ. ശാസ്താംപാറയിലാണ്. അപ്പൊ നമുക്ക് ഈ കറണ്ട് അഫയർ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ മാത്രം ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കാം. എല്ലാ ക്വസ്റ്റ്യനും റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മുഴുവൻ ക്വസ്റ്റ്യൻ നോക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ 2025 മാർച്ചിൽ അന്തരിച്ച വാൽ കിലിമർ ഏത് രംഗവുമായി ബന്ധപ്പെട്ട ആളാണ്? വാൽ കിലിമർ ഏത് രംഗവുമായി ബന്ധപ്പെട്ട ആളാ? ചലച്ചിത്ര രംഗം. മെഡിസിൻ അല്ലാടാ, ചലച്ചിത്ര രംഗം കേട്ടോ. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാ? 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സാറ ജോസഫ്. പിന്നെ പറഞ്ഞത് എന്തായിരുന്നു? വനിതകൾക്കായിട്ട് സുഭദ്ര യോജന അത് ഒഡീഷ സംസ്ഥാനത്തിന്റെയാണ് അല്ലെ? സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെയാണ്? സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും അത് ശാസ്താംപാറയിലാണ് അല്ലെ? കരിമ്പൻ എന്നത് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന്? ഈ കരിമ്പൻ എന്ന് പറഞ്ഞാൽ എന്താ? കരിമ്പൻ ഈ തുണികളിലൊക്കെ കരിമ്പൻ വരിക എന്ന് പറയില്ലേ? അതൊരു തരം ഫംഗസ് ആണ് അല്ലെ? കരിമ്പൻ എന്ന് പറഞ്ഞാൽ അതൊരു തരം ഫംഗസ് ആണ്. നാഗപതിവയ്ക്കൽ നടത്തുന്ന സസ്യത്തിന് ഉദാഹരണം പറയാൻ. നാഗപതിവയ്ക്കൽ ഇത് നമ്മുടെ പുതിയ SCRT ഉള്ളതാണ് കേട്ടോ. അത് ഇപ്പൊ ഉം, ഏത് സ്റ്റാൻഡേർഡ് ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അത് നമ്മുടെ SCRT പറയുന്നുണ്ട്. ന്യൂ SCRT പറയുന്നുണ്ട് കേട്ടോ. ഈ നാഗപതിവയ്ക്കല് കുരുമുളക് കേട്ടോ. കുരുമുളകാണ്. ഈ പതിവയ്ക്കലിന് 2 രീതികളുണ്ട്. അതാണ് എന്ത് അതിലത്തെ ഒരു രീതിയാണ് ഈ നാഗപതിവയ്ക്കൽ എന്ന് പറയുന്നത് കേട്ടോ. അത് കുരുമുളക് ഈ വള്ളി രൂപത്തിലുള്ള സംഭവങ്ങളെല്ലാം പതിവയ്ക്കുന്നതാണ് എന്ത് നാഗപതിവയ്ക്കൽ അല്ലെ? നാഗപതിവയ്ക്കൽ. ആ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല? കേന്ദ്ര കിഴങ്ങുവിള ശ്രീകാര്യം തിരുവനന്തപുരത്താണ്. അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? അസ്കോർബിക് ആസിഡ് വിറ്റാമിൻ സി ആണ് അല്ലെ? സിമുല കരാർ ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ്? സിമുല കരാർ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ്? ഇന്ത്യയും പാകിസ്ഥാനുമാണ് അല്ലെ? ഇന്ത്യയും പാകിസ്ഥാനാണ് സിംല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ ഏതൊക്കെയാ? യുനെസ്കോ അംഗീകാരം ലഭിച്ചത്
ഏതൊക്കെയാ? കൂടിയാട്ടം ഉണ്ട്, മുടിയേറ്റം ഉണ്ട് അല്ലെ? കൂടിയാട്ടം 2002 മുടിയേറ്റം 2010 അല്ലെ? യുനെസ്കോ പൈതൃക പദവി ലഭിച്ച കലാരൂപങ്ങളാണ്. അപ്പൊ ഈ മുടിയേറ്റം ഉണ്ട്, കൂടിയാട്ടവും ഉണ്ട് അല്ലെ? മുടിയേറ്റത്തിന് യുനെസ്കോ പൈതൃക പദവി ലഭിച്ചത് ഏത് വർഷമായിരുന്നു? 2010. കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് പറയണം. പ്രതിപതല തലം അകത്തോട്ട് കുഴിഞ്ഞ ഗോളീയ ദർപ്പണങ്ങളാണ് ഇവ. ശരിയാണോ? പ്രതിഫലന തലം അകത്തോട്ട് കുഴിഞ്ഞതാണോ? അല്ല. പുറത്തോട്ട് ഉന്തിയതാണ് അല്ലെ? പുറത്തോട്ട് ഉന്തിയതാണ് കോൺവെക്സ് എന്ന് പറയുന്നത്. അകത്തോട്ട് കുഴിഞ്ഞത് കോൺകേവ് ആണ്. വാഹനങ്ങളിൽ റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നു. ശരിയാണോ അത്? കോൺവെക്സ് ആണോ വാഹനങ്ങൾ റിയർ വ്യൂ മിറർ? ശരിയാണ് അല്ലെ? കൂടുതൽ ദൂരപരിധി അല്ലെ കാഴ്ച പരിധി കിട്ടാൻ വേണ്ടിയിട്ടും ഏതാണ് ഉപയോഗിക്കുന്നത്? റിയർ വ്യൂ മീറ്റർ ആയിട്ട് കോൺവെക്സ് ആണ്. ഇനി ഷേവിംഗ് മിറർ ആയിട്ട് ഉപയോഗിക്കുന്നു. ഷേവിംഗ് മിറർ ആയിട്ട് കോൺവെക്സ് ഉപയോഗിക്കാൻ പറ്റുമോ? ചെറിയ പ്രതിബിംബമാണ് ലഭിക്കുക. അപ്പൊ അത് പറ്റില്ല അല്ലെ? വലിയ പ്രതിബിംബം ലഭിക്കണം ഷേവിംഗ് മിററിനൊക്കെ. അപ്പൊ അത് കോൺകേവ് ആണ് അല്ലെ? കോൺകേവ് ആണ്. അത് തെറ്റാണ്. ഇനി പ്രതിഫലന തലം പുറത്തോട്ട് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളാണിവ. ഇത് ശരിയാണോ? ഇത് ശരിയാണ് അല്ലെ? അപ്പൊ കോൺവെക്സ് ദർപ്പണത്തെ പറ്റി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി? പ്രതിഫലന തലം പുറത്തോട്ട് ഉന്തിയ തരം ദർപ്പണങ്ങളാണ് ഏത്? കോൺവെക്സ് അല്ലെ? വാഹനങ്ങളിൽ റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നു അല്ലെ? വാഹനങ്ങളിൽ റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നു. അതിന്റെ പ്രധാന കാരണം എന്താണ്? ചെറിയ പ്രതിബിംബമായിരിക്കും കിട്ടുക. കൂടുതൽ വിസ്തൃതമായ കാഴ്ച പരിധി ലഭിക്കും അല്ലെ? കൂടുതൽ വിസ്തൃതമായ കാഴ്ച പരിധി ലഭിക്കും. ചെറിയ പ്രതിബിംബമായിരിക്കും. എന്നാൽ കോൺകേവിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? ഇതിൽ വലിയ തരം പ്രതിബിംബമാണ് ലഭിക്കുക. അതുപോലെ എന്തായിരുന്നു പറഞ്ഞത്? വലിയ തരം പ്രതിബിംബമാണ് ലഭിക്കുക. അതുപോലെ പ്രതിഫലന തലം അകത്തോട്ട് കുഴിഞ്ഞതാണ് എന്ത്? കോൺകേവ് അല്ലെ? കോൺകേവ്. താഴെ തന്നിരിക്കുന്നവയിൽ ശാസ്ത്രജ്ഞരും കണ്ടുപിടുത്തങ്ങളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക. ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. ഇത് ശരിയാണോ? ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ ആണോ? ശരിയാണ് അല്ലെ? പ്രോട്ടോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണെന്ന് കൊടുത്തിരിക്കുന്നു. ശരിയാവോ അത്? പ്രോട്ടോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണോ? അല്ല. ആരാണ് പ്രോട്ടോൺ കണ്ടെത്തിയത്? പ്രോട്ടോൺ കണ്ടെത്തിയത് റൂദർഫോർഡ് ആണ് അല്ലെ? റൂദർഫോർഡ് ആണ്. ഇനി ന്യൂട്രോൺ റൂദർഫോർഡ് എന്ന് കൊടുത്തിരിക്കുന്നു. അത് ശരിയാവോ? ന്യൂട്രോൺ റൂദർഫോർഡ് ആണോ? അല്ല. ന്യൂട്രോൺ ആണ് ജെയിംസ് ചാഡ്വിക് കണ്ടെത്തിയത് അല്ലെ? അപ്പൊ നമുക്ക് ആറ്റത്തിലെ 3 കണങ്ങളിലും കണ്ടുപിടിച്ചത് ആരൊക്കെയാണെന്ന് നോക്കാം. ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാ? ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ ആണ് അല്ലെ? ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാ? ജെ തോംസൺ ആണ്. അതുപോലെ പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാ? പ്രോട്ടോൺ കണ്ടെത്തിയത് റൂദർഫോർഡ് ആണ്. റൂദർഫോർഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ന്യൂട്രോൺ ആരാ കണ്ടെത്തിയേ? ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാ? അത് ജെയിംസ് ചാഡ്വിക് ആണ്. ജെയിംസ് ചാഡ്വിക് ആണ് അല്ലെ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പദാർത്ഥങ്ങളിൽ ഏതിൽ നിന്നാണ് വളരെ എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും സിങ്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത്? എന്ന് വെച്ചാൽ സിങ്കിന്റെ അയിര് ഏതാണെന്നാ ചോദിക്കുന്നത് അല്ലേ? നമുക്കറിയാം സിങ്കിന്റെ അയിര് ഏതാണ് സിങ്കിന്റെ അയിര്? കലാമിനാണ് അല്ലെ? കലാമിനും സിങ്ക് ബ്ലെൻഡും രണ്ടെണ്ണം വരുന്നുണ്ട് അല്ലെ? സിങ്ക് ബ്ലെൻഡും കലാമിനും. എന്നാൽ കൂടുതൽ വ്യാവസായികപരമായിട്ടൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് കലാമിനാണ് അല്ലെ? കലാമിനാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏത് മൂലകത്തെ സൂചിപ്പിക്കുന്നു? ന്യൂട്രോൺ കാണപ്പെടുന്നില്ല. ഓപ്ഷൻ 1 വായിച്ചപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടിയോ? ഇതെന്താണെന്ന് പിടികിട്ടിയോ? ഏത് മൂലകത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്? ന്യൂട്രോൺ ഇല്ലാത്തത് എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ ആണ് അല്ലെ? ഹൈഡ്രജൻ ആണ്. ഇനി അത് കിട്ടാത്തവർക്ക് രണ്ടാമത്തെ ഓപ്ഷൻ കൂടി വായിച്ചു നോക്കാം. മാസ് നമ്പർ 1 ആണ്. മാസ് നമ്പർ 1 ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയ ഹൈഡ്രജൻ ആണ് അല്ലെ? ഇനി മൂന്നാമത്തെ ഓപ്ഷൻ കൂടി നമുക്കൊന്ന് കേട്ട് നോക്കാം. ഹെൻറി കാവൻഡിഷ് ആണ് ഈ മൂലകം കണ്ടെത്തിയത് അല്ലെ? അപ്പൊ ഈ രണ്ട് ഓപ്ഷനിൽ കിട്ടാത്തവർക്ക് മൂന്നാമത്തെ ഓപ്ഷൻ വായിക്കുമ്പോൾ ഉത്തരം കിട്ടും. ഏതാണ്? ഹൈഡ്രജൻ ആണെന്ന് കിട്ടും അല്ലെ? അപ്പൊ ഹൈഡ്രജനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. എന്തൊക്കെയാ പറയുന്നത്? ഹൈഡ്രജനിൽ ന്യൂട്രോൺ ഇല്ല. ഒന്നാമത്തെ കാര്യം അല്ലെ? ന്യൂട്രോൺ കാണപ്പെടുന്നില്ല. മാസ് നമ്പർ 1 ആണ്. ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാ? ഹെൻറി കാവൻഡിഷ് ആണ് അല്ലെ? ഹെൻറി കാവൻഡിഷ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത്. ഇപ്പൊ നമ്മൾ 2 ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചാലും ഈ താപപ്രേഷണം ഒന്നും ഇതാ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട് അല്ലെ? തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രാശനം ചെയ്യപ്പെടുന്നു. ശരിയാണ്. അങ്ങനെ ഒരു രീതിയുണ്ട് അല്ലെ? തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപപ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയുണ്ട്. അത് സംവഹനമാണെന്ന് നമുക്കറിയാം. തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ താപപ്രേഷണം ചെയ്യപ്പെടുന്നു. അങ്ങനെയുണ്ടോ അവിടെ?
ഉണ്ടല്ലോ. തന്മാത്രകളിലെ കമ്പനം മൂലം താപം പ്രേഷണം ചെയ്യുന്നുണ്ട് അല്ലെ? ഖരപദാർത്ഥങ്ങൾ. അതിനെ നമ്മൾ എന്ത് പറയും? ചാലനം എന്ന് പറയും അല്ലെ? ചാലനം എന്ന് പറയും. അടുത്ത ഓപ്ഷൻ നോക്ക്. മാധ്യമത്തിന്റെ സഹായമില്ലാതെയും താപപ്രേഷണം ചെയ്യപ്പെടുന്നുണ്ടെന്ന്. ഉണ്ടോ? ഉണ്ട്. വികിരണം അല്ലെ? അപ്പൊ ഈ 3 പ്രസ്താവനകളും ശരിയല്ലേ? തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപപ്രേഷണം നടക്കുന്നു. ഇതിനെ നമ്മൾ എന്ത് പറയും? സംവഹനം എന്ന് പറയും അല്ലെ? ഇത് ദ്രവങ്ങളിലാണ് നടക്കുന്നത്. ദ്രവങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? ദ്രാവകവും പെടും, വാതകവും പെടും അല്ലെ? ഇതിൽ രണ്ടിലും ഈ ഒരു താപപ്രേഷണം നടക്കുന്നത് സംവഹനം വഴിയാണ്. എന്നാല് തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റമല്ലാതെ കമ്പനം മുഖേന താപം പ്രേഷണം ചെയ്യുന്നു. അത് ഖരപദാർത്ഥങ്ങളിലാണ്. ഇതിനെ നമ്മൾ എന്തറിയപ്പെടും? ചാലനം എന്ന് പറയും. ഇനി മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെയും താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. സൂര്യനിൽ നിന്നുള്ള ചൂട് ഭൂമിയിൽ എത്തുന്നു. അവിടെ മാധ്യമം ഉണ്ടോ? ഇല്ല. ശൂന്യാകാശത്ത് കൂടിയാണ് വരുന്നത് അല്ലെ? അപ്പോ ഇത്തരത്തിലുള്ളതിനെയാണ് എന്ത് പറയുന്നത്? വികിരണം. മാധ്യമത്തിന്റെ സഹായം ആവശ്യമില്ലാതെ ഉള്ളതാണ് എന്ത്? ആ വികിരണം. അപ്പൊ ഇതെല്ലാതും ശരിയാണ്. 2023 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ്? 2023 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് എന്തിന്റെ കണ്ടുപിടുത്തത്തിനായിരുന്നു? എന്തിന്റെ കണ്ടുപിടുത്തത്തിനാ? അത് ക്വാണ്ടം ഡോട്ടുകൾ. ശരിയാണ്. 2023 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് എന്തിന്റെ കണ്ടുപിടുത്തത്തിനായിരുന്നു? ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണെന്ന്? DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. അതെ, മുൻപുണ്ടായിരുന്ന ആളെ തന്നെ വീണ്ടും അല്ലെ? നമ്മൾ കറണ്ട് അഫയറിലൊക്കെ അത് വായിച്ചു. വീണ്ടും അദ്ദേഹം തന്നെ വന്നു അല്ലെ? സമീർ വി കാമത്താണ് അല്ലെ? DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? സമീർ വി കാമത്താണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ 67ാമത്തെ ക്വസ്റ്റ്യനിലെത്തി നിൽക്കുന്നു. 67ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. മലമ്പനി രോഗകാരിയായ പ്ലാസ്മോഡിയം ഏത് വിഭാഗത്തിൽ പെടുന്നു? ഈ പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? ബാക്ടീരിയ ആണോ? വൈറസ് ആണോ? പ്രോട്ടോസോവയാണോ? പ്രോട്ടോസോവയാണ് അല്ലെ? മലമ്പനി രോഗകാരിയായ പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് എന്താ? പ്രോട്ടോസോവയാണ്. പ്രോട്ടോസോവയാണ്. ഇതിൽ ഏറ്റവും അപകടകാരിയായിട്ടുള്ളത് ഏതാന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ? പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രോഗകാരിയാണ്. എന്ത്? ഒരു പ്രോട്ടോസോവയാണ്. ഏറ്റവും അപകടകാരിയായിട്ടുള്ള മലമ്പനിക്ക് കാരണമാവുന്നത് അല്ലെ? പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം എന്ന് പറയുന്ന പ്രോട്ടോസോവ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വൈഡൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാനാണെന്ന്? ഏത് രോഗത്തെ എന്നല്ല ചോദിച്ച്, ഏത് രോഗകാരിയെ എന്നാ ചോദിച്ച്. ടൈഫോയിഡ് ആണ് രോഗം എന്ന് നമുക്കറിയാം. അപ്പൊ ടൈഫോയിഡിന്റെ രോഗകാരിനെ നമ്മൾ എന്താ പറയുന്നേ? സാൽമൊണല്ല ടൈഫി അല്ലെ? സാൽമൊണല്ല ടൈഫി. അപ്പൊ വൈഡൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാനാണെന്ന് ചോദിച്ചാൽ സാൽമൊണല്ല ടൈഫി. അത് നമുക്ക് ഓപ്ഷനിൽ കിട്ടും. ടൈഫി, ടൈഫോയിഡ്, അങ്ങനെ നമുക്ക് ഓർത്തിട്ട് അത് ചെയ്യാൻ പറ്റും അല്ലെ? ഇനി അടുത്തത്, രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശം ഏതാണെന്ന്? നമ്മൾ ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടു. ഫാഗോസൈറ്റോസിസുകൾ ഏതാണെന്ന് അല്ലെ? ന്യൂട്രോഫിൽ ഉണ്ട് അവിടെ, മോണോസൈറ്റ് ഉണ്ട്, മാക്രോഫേജുകളും ഉണ്ട്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിലുള്ളത് മോണോസൈറ്റ് ആണ് കേട്ടോ. മോണോസൈറ്റ് ആണ്. രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശമാണ് ഏത്? മോണോസൈറ്റ് അല്ലെ? മോണോസൈറ്റുകൾ. അപ്പൊ മോണോസൈറ്റ് ഉണ്ട്, ന്യൂട്രോഫിൽ ഉണ്ട്, അതുപോലെ ഏതുണ്ട്? മാക്രോഫേജുകൾ കൂടി ഉണ്ട് കേട്ടോ. മാക്രോഫേജുകൾ കൂടി ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ സമയം. ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ സമയം എത്രയാണ്? അതായത് ഒരു ഹൃദയ സ്പന്ദനം 0.8 സെക്കൻഡ്. 8 സെക്കൻഡ് എന്ന് പറഞ്ഞുകൂടാ, 0.8 സെക്കൻഡ് എന്ന് തന്നെ പറയണം അല്ലെ? 0.8 സെക്കൻഡ് ആണ് ഒരു കാർഡിയക് സൈക്കിൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ സമയം. 0.8 സെക്കൻഡ് ആണ്. എലിപ്പനിക്ക് കാരണമായ രോഗകാരിയുടെ പേരൊന്ന് പറഞ്ഞേ. എലിപ്പനിക്ക് കാരണമായത് ലെപ്റ്റോസ്പൈറോസിസിന് കാരണമായത് ലെപ്റ്റോസ്പൈറ അല്ലെ? ലെപ്റ്റോസ്പൈറ. എലിപ്പനിക്ക് കാരണമായ രോഗകാരി ലെപ്റ്റോസ്പൈറ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുകയാണ്. ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിൻ. അതൊരു ഈസി ക്വസ്റ്റ്യൻ ആയി അല്ലെ? ക്ഷയരോഗം പ്രസവിച്ച ഉടനെ കുഞ്ഞിന് നൽകുന്ന ക്ഷയരോഗ വാക്സിൻ ആണ് ഏത്? BCG. ഓക്കെ. രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ അളവ് എത്രയാണെന്ന് പറഞ്ഞേ. നമ്മുടെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യത്തിന്റെ സാധാരണ അളവ് എത്രയാ?
എത്രയാ 9 മുതൽ 11 മില്ലിഗ്രാം ആണ് അല്ലെ. 9 മുതൽ 11 മില്ലിഗ്രാം പെർ 100 mm ആണ് അല്ലെ, ml ആണ് അല്ലെ. അപ്പൊ 100 ml 9 മുതൽ 11 മില്ലിഗ്രാം വരെ കേട്ടോ. 9 to 11 മില്ലിഗ്രാം ആണ് രക്തത്തിൽ കാണുന്ന കാൽസ്യത്തിന്റെ സാധാരണ അളവ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥരപാളി ഏതാ? മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥരപാളിയെ നമ്മൾ എന്താ പറയാ? മെനിഞ്ചസ് സ്ഥരം അല്ലെ, മെനിഞ്ചസ് സ്ഥരം. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാ? ജീവകം കെ ആണ് അല്ലെ, ജീവകം കെ ആണ്. ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണെന്ന്? ലോക പ്രകൃതി സംരക്ഷണ ദിനം അതെന്നാ? പ്രകൃതി സംരക്ഷണ ദിനം ജൂലൈ 28 അല്ലെ, ജൂലൈ 28, ജൂലൈ 28 അല്ലെ. ലോക പ്രകൃതി സംരക്ഷണ ദിനമാണ് ജൂലൈ 28. ജൂലൈ 29 എന്താ? കടുവ സംരക്ഷണ ദിനോ അങ്ങനെ എന്തോ ആണോ ജൂലൈ 29? ആ കടുവ സംരക്ഷണം അല്ലെ. അപ്പൊ ജൂലൈ 28 പ്രകൃതി സംരക്ഷണം കേട്ടോ. ജൂലൈ 29 കടുവ സംരക്ഷണം, അങ്ങനെ ഓർത്തു വെച്ചു. അപ്പൊ തന്നെ നമുക്ക് വേണമെങ്കിൽ തൊട്ട് മുന്നത്തെ മാസം ജൂൺ 29 വേണമെങ്കിൽ ചുമ്മാ ഓർക്കാം. ജൂൺ 29 എന്തായിരുന്നു? സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ ആണ് അല്ലെ. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. PC മോഹൻലോബിസിന്റെ ജന്മദിനമായ ജൂൺ 29 സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ ആയിട്ട് ആചരിക്കുന്നു. അപ്പൊ നമുക്ക് 3 ഡേയ്സ് കിട്ടി. ലോക പ്രകൃതി സംരക്ഷണ ദിനമാണ് ജൂലൈ 28, ജൂലൈ 28. തൊട്ടടുത്ത ദിവസം ജൂലൈ 29 എന്താണ്? ജൂലൈ 29 കടുവാ സംരക്ഷണാണെങ്കിൽ അതിന് തൊട്ട് മുന്നത്തെ മാസം ജൂൺ 29 എന്താണ്? ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ ആണ്. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി. മിഠായി അല്ലെ, മിഠായി. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിസ് ഇതിന് കാരണമാകുന്ന രോഗകാരി ഏതാണ്? അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിസ് ഇതിന് കാരണമാകുന്ന രോഗകാരി നെയ്ഗ്ലേരിയ ഫൗലേരി ആണ് കേട്ടോ. അത് തന്നെ, നെഗ്ലേരിയ ഫൗലേരി, നെഗ്ലേരിയ ഫൗലേരി. അടുത്ത ക്വസ്റ്റ്യൻ, 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ്? 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ്? ആശാധാര എന്ന് പറയുന്ന പദ്ധതിക്കായിരുന്നു കേട്ടോ. ആശാധാര എന്ന് പറയുന്ന പദ്ധതിക്കായിരുന്നു 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ആശാധാര. ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ 80 GK ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട്. ബാക്കി ഇതിൽ 20 മാത്സിന്റെ ചോദ്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയത് ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു? 70/2025 LGS മെയിൻ പേപ്പർ ആയിരുന്നു കേട്ടോ. പ്യൂൺ അറ്റൻഡർ എന്നൊക്കെ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്.